കോഴിക്കോട് വമ്പൻ അട്ടിമറി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സ്ട്രോങ് റൂം തുറന്നുവെന്ന റിപ്പോർട്ടുകൾ വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. പേരാമ്പ്രയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന റൂമാണ് അനധികൃതമായി തുറന്നിരിക്കുന്നത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ UDF-കാർ പാഞ്ഞെത്തുകയും ചെയ്തു. വലിയ സംഘർഷാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വമ്പൻ അട്ടിമറിയാണെന്ന് UDF പറയുന്നു. കോഴിക്കോടുള്ള JDT കോളേജിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ റൂം അനധികൃതമായി തുറന്നുവെന്നാണ് UDF-ന്റെ ആരോപണം. സ്ട്രോങ് റൂമുകൾ തുറക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. മുൻകൂട്ടി മെയിൽ അയച്ച് സമയവും തീയതിയും അറിയിക്കണം. ഇതാണ് ചട്ടം. അങ്ങനെയുള്ളപ്പോൾ ചട്ടങ്ങൾ എന്തിനെ ലംഘിച്ചു എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. നമുക്കറിയാം, പേരാമ്പ്ര വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ഇടമാണ്. മുസ്ലിം ലീഗിലെ ഫാത്തിമ തഹ്ലിയയും CPM-ന്റെ TP രാമകൃഷ്ണനും നേർക്കുനേർ പോരാടുന്ന മണ്ഡലത്തിൽ UDF-നാണ് വിജയസാധ്യത. അത്രയും ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലത്തിലെ സ്ട്രോങ് റൂം തുറന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായ സംഘർഷത്തിന്റെയും പ്രതികരണങ്ങളുടെയും വീഡിയോ ചേർക്കുന്നുണ്ട്. അതൊന്ന് പരിശോധിക്കാം. അത് പാടില്ല. സ്ഥാനാർത്ഥികളെ ഏജന്റിനെ തുറക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുമ്പ്, 1 ദിവസം മുമ്പ് മെയിൽ അയക്കണം. അങ്ങനെ ഒരു മെയിൽ പേരാമ്പ്ര സ്ഥാനത്ത് ലഭിച്ചിട്ടില്ല, സംസാരിച്ചു, ഏജന്റ് ലഭിച്ചിട്ടില്ല. അവിടെ തുറക്കേണ്ട ആവശ്യം എന്താ? ഇതിന് കൗണ്ടിംഗ് ഡേ അല്ലാതെ ഇത്രത്തോളം ആവശ്യം എന്താ? രണ്ടാമത്തെ കാര്യം, ഇത്തരം മെറ്റീരിയൽ വെക്കേണ്ട മുറി സ്ട്രോങ് എടുത്ത് വെക്കാൻ പാടില്ല. അത് ഞങ്ങൾ പുതിയ അറിവാണ്. ഇത് ഇന്നർ പെരിമീറ്റർ ഏരിയ ആണ്, അവിടെ പാടില്ലൊന്നും. ഇവർ പറയുന്നത് പോസ്റ്റർ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് പോസ്റ്റൽ ബാലറ്റ് EVM ഉൾപ്പെടുന്നതല്ല, മറിച്ച് മറ്റ് പോളിംഗുമായി ബന്ധപ്പെട്ട ഇതര മെറ്റീരിയൽസ് മാത്രമാണ്. മെറ്റീരിയൽ റൂം എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്. നിങ്ങളുടെ ബോധ്യം അങ്ങനെയല്ലേ? അല്ല, മെറ്റീരിയൽ റൂം ഇന്നർ പെരിമീറ്ററിൽ വെക്കാൻ പാടില്ല. മെറ്റീരിയൽ റൂം വെക്കുന്നത് പുറത്താണ്. ഇത് ഇവിടെ വെച്ച് പുറത്തായിരിക്കണം. അവിടെ തന്നെ പിഴവുണ്ട്, അവിടെ തന്നെ ദുരൂഹതയുണ്ട്. മാത്രമല്ല, ഞങ്ങൾക്ക് പോയി കാണുമ്പോൾ ഒറ്റ കാര്യം കൂടി, രസകവസരമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ തഹ്ലിയ, UDF-ന്റെ. പേരാമ്പ്രയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ നിങ്ങളുടെ അറിവില്ലാതെയാണോ ഇപ്പോൾ ഈ പേരാമ്പ്ര? ഞാൻ ഇലക്ഷൻ ഏജന്റായിട്ട് സംസാരിച്ചു. എന്നോട് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു ഇലക്ഷൻ ഏജന്റ് അനുമതിയോടുകൂടിയാണ് ചെയ്തത്. ഇലക്ഷൻ ഏജന്റ് കല്ലൂർ മുഹമ്മദ് അലിയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയില്ല എന്നാ. അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ, ഇത് ഈ പ്രമിസസിൽ ഒരു കാരണവശാലും ഇവർക്ക് പ്രവേശിക്കാൻ കേരള പോലീസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കോ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്, അത് ചട്ടങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, എന്ത് മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും അത് കളക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ട ദിവസം എന്ന് പറയുന്നത് പോളിംഗ് കഴിഞ്ഞ ഉടനെയാണ്. പോളിംഗ് കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ബോധോദയം എങ്ങനെ ഉണ്ടായത്? ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ തുടക്കവും ഒടുക്കവുമായിരിക്കാം ചിലപ്പോൾ അവിടെ നടന്നത് എന്ന് ഞങ്ങൾ എന്നോട് നേരിട്ട് പറഞ്ഞാണ് ഇറ്റ് ഈസ് സംതിങ് സീരിയസ്. എന്നോട് പറയാം ഇറ്റ് ഈസ് സംതിങ് സീരിയസ്. ഞാൻ വിളിച്ച ജില്ലാ കളക്ടർ നേരിട്ട് ഇറ്റ് ഈസ് സംതിങ് സീരിയസ് എന്നോട് പറഞ്ഞത്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇത് പേരാമ്പ്രയാണെങ്കിൽ ഞങ്ങൾക്ക് കാണാനുള്ള ദൃശ്യം കാണാനുള്ള CCTV ഇത് പ്രകാരം 1ാം നിരയിൽ കോഴിക്കോട് സൗത്താണ്. ഞങ്ങളെ അറിവ് പ്രകാരവും ഞങ്ങൾക്ക് കിട്ടുന്ന വീക്ഷണം പ്രകാരവും സൗത്തിലാണ് പായിച്ചോണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ വിളിക്കുമ്പോൾ പറഞ്ഞത് പേരാമ്പ്രയാണെന്ന്. അപ്പൊ ഇതിൽ തന്നെ അപാകതയില്ലേ? ഇതിൽ അപാകതയില്ലേ? കാരണം ഇവിടെ ഞങ്ങൾ 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ച ആൾ കാത്തിരിക്കുക. കാരണം ഇവരിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇവരെന്ത് ചെയ്യും? അത് ഞങ്ങൾ അറിവ് പ്രകാരം നോക്കുമ്പോൾ സംഭവിച്ചത് കോഴിക്കോട് സൗത്തിൽ. സംസാരിച്ചപ്പോൾ പറയുന്നത് പേരാമ്പ്രയിൽ. അതിൽ തന്നെ ദുരൂഹതയുണ്ട്. അല്ല, ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ സ്ട്രോങ് റൂം അവരെ സർവീസിൽ മാറ്റി നിർത്തിയേ മതിയോ? അല്ല, ഒരു മലയാളിയും പാടില്ല. പെരിമീറ്ററിൽ ഒരു മലയാളിയും പാടില്ല. പൂർണ്ണമായും BSF കൺട്രോൾ ആവണം. UDF-ന്റെ ആരോപണമാണ്. അവർ പ്രതിഷേധവുമായിട്ട് പോകുന്നു. കോഴിക്കോടാണ് സംഭവം. വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നുവെന്നാണ് UDF-ന്റെ ആരോപണം. As per the visual of the CCTV, it is happened in the Kozhikode South. But as per the version of collector, it is happened in Perambra. അതിൽ തന്നെ കൺഫ്യൂഷൻ അല്ലേ? വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ഏജന്റിനെ ഒരിക്കലും ഇല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, സ്ഥാനാർത്ഥി ഏജന്റ് കറിച്ചാൽ അപ്പൊ ഞങ്ങൾ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഞങ്ങൾ കൃത്യ ഡയറക്ഷൻ ഉണ്ട് അപ്പൊ അറിയിക്കാൻ വേണ്ടി. ഇവിടെ ഞങ്ങൾ 24 hours മോണിറ്റർ കൂടി ഞങ്ങൾ വെറുതെ ഇരിക്കുന്നതല്ല, എവിടെയും പോകാതെ കാത്തിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. ക്രമക്കേട് നടന്നു. ആ സംശയം എന്താ? കോഴിക്കോട് ജില്ലയിൽ ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി ഭരണകൂടം കൂട്ടുനിൽക്കുന്നോ എന്ന് സംശയം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഞാൻ പോകണം.